ഹായ് ഹലോ കുക്കു മിന്നു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് കുറേ ദിവസം മുമ്പ് ആഗ്രഹിച്ചിരുന്നതാണ് കേട്ടോ. ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത്. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. ഇത് പറയണമെന്ന് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണമെന്ന് എനിക്ക് പറയണമെന്ന് പോലും ഇല്ല. അങ്ങനത്തെ ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഇതെന്നെ പറയാൻ പ്രേരിപ്പിക്കുന്നത് ഞാനും ഒരു പ്രവാസി ആയതുകൊണ്ടായിരിക്കാം. നമുക്കറിയാം, ഈ കഴിഞ്ഞ നാളുകളിൽ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം നടന്നു അല്ലേ? ഈ യുദ്ധം നടന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ ന്യൂസ് ചാനലുകളും കുറേ അതിൻ്റെ പേരിലുള്ള റിയലായിട്ടുള്ള ന്യൂസും പടച്ചുവിടുന്ന ന്യൂസുകളും എല്ലാം നമ്മൾ കണ്ടല്ലേ. കുറേ ന്യൂസുകൾ നമ്മളിങ്ങനെ ഓരോ ദിവസം ദിനം പ്രതി നമ്മൾ ഓരോ അപ്ഡേറ്റ് ഇങ്ങനെ കേൾക്കുമ്പം നമ്മളെല്ലാവരുടെ മനസ്സിലും എന്താ ഒരു യുദ്ധം, അയ്യോ ഇത് എപ്പോഴാണ് പെട്ടെന്നൊന്ന് അവസാനിക്കുന്നേ എന്നല്ലേ നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചത്. ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ നമ്മൾ അതിലാര് ജയിച്ചു ആര് തോറ്റു എന്നതിനേക്കാളുപരി എത്രയോ കുഞ്ഞുങ്ങളെ, എത്രയോ കുട്ടികളെ, അമ്മമാര്, അച്ഛന്മാര്, എത്രയോ ജീവിക്കാൻ കൊതിയുള്ളതും ഫ്യൂച്ചർ എത്രയോ മുന്നിലോട്ട് എത്രയോ ഈ ഒരു ജീവിതം കിടക്കുന്നവർ പോലും ഒരു യുദ്ധത്തോടു കൂടി ഒത്തിരി നാശനഷ്ടങ്ങളാണ് ഒരു രാജ്യത്തിനുണ്ടാകുന്നത് അല്ലേ? അപ്പം നമ്മൾ ഓരോ ന്യൂസ് കേൾക്കുമ്പോഴയ്യോ ദൈവമേ ഇതൊന്ന് പെട്ടെന്ന് തീരട്ടെ എന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഓരോ ന്യൂസുകളും കാണുന്നത്. പക്ഷെങ്കിൽ ഞാൻ ഇന്നിവിടെ പറയുന്നത്, ഈ ന്യൂസുകളല്ല, നിങ്ങളെല്ലാം യൂട്യൂബും ഉപയോഗിക്കുന്നവരാണ് ന്യൂസുകൾ കാണുന്നത്. ഈ ന്യൂസിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ എത്ര നീചമായ കമൻസുകളാണ് ഓരോരുത്തരും ഇടുന്നത്. എങ്ങനെ കഴിയുന്നു? കൂടുതലും നമ്മുടെ നാട്ടിലെ കാര്യമാണ് പറയുന്നത്. നമ്മുടെ ഈ മതങ്ങളെ തമ്മിൽ തല്ലിച്ചതച്ച് തമ്മിൽ തല്ലിപ്പിച്ച് എന്ത് കിട്ടാനാണ് ഇങ്ങനെ ഓരോരുത്തരും ഓരോ കമൻസുകൾ ഇടുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല അത് കണ്ടിട്ട് കേട്ടോ. ഇങ്ങനെ ജാതിയെ തമ്മിൽ ഇങ്ങനെ പറഞ്ഞ് തമ്മിൽ തല്ലിച്ച് അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ വായിക്കുമ്പോൾ നമുക്ക് എന്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നറിയോ? ഇതൊന്നും അല്ല എൻ്റെ ഇവിടുത്തെ സംസാരം. ഇസ്രയേലും ഇറാനും തമ്മിൽ യുദ്ധം ഉണ്ടാക്കിയപ്പോൾ ഖത്തറിൻ്റെ ഇറാന് അടിച്ചതിൻ്റെ അന്നായിരുന്നു ഏറ്റവും കൂടുതൽ ഉയ്യോ GCC ഒക്കെ നശിച്ചു, ഇനി GCCയിലൊന്നും വെച്ചേക്കില്ല, ഗൾഫ് കൺട്രീസ് മൊത്തം നശിച്ചു പോയി എന്നും പറഞ്ഞ് നശിച്ച് കാണാൻ ആഗ്രഹിക്കുന്നവരുടെ കമൻറ്റുകൾ അതിൻ്റെ അടിയിൽ വന്ന് കാണണം. എൻ്റെ പൊന്നോ, ഒന്നും പറയാനില്ല. അതുപോലത്തെ കമൻസുകളാണ് നമ്മുടെ നാട്ടിലുള്ളവർ അതിൻ്റെ അടിയിൽ വന്ന് ഇടുന്ന കമൻസുകൾ വായിക്കണം. ഇവരൊക്കെ എന്നാ ഇനി നന്നാകുന്നത്? ഇവരുടെയൊക്കെ ഈ ചിന്താഗതിയാണ് നമ്മുടെ നാട് നശിപ്പിക്കുന്നത്. മനസ്സിലായോ? മതങ്ങള് അവര് ഉടനെ ഇനി GCC നോക്കണ്ട, ഖത്തർ നോക്കണ്ട, അല്ലെങ്കിൽ ഇനി ഗൾഫ് കൺട്രീസൊക്കെ നശിച്ചു പോയി എന്ന് പറയുന്നത്. ഈ ഗൾഫ് കൺട്രീസിലുള്ള ഓരോ പ്രവാസികളും എത്രമാത്രം നമ്മുടെ നാട്ടിൽ എന്തുമാത്രം ഉപകാരങ്ങളാണ് ചെയ്യുന്നത്. ഈ പ്രവാസികൾ ഇവിടെ വന്ന് എല്ലാ കുടുംബത്തെയും കൂട്ടുകാരെയും എല്ലാം വിട്ട് വന്ന് ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് പൈസ അയക്കുമ്പോൾ നമ്മുടെ സമ്പദ്ഘടനയിൽ തന്നെയാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് ഇവരൊന്നും അങ്ങനെ ചിന്തിക്കുന്നില്ല? പ്രവാസ ലോകം നശിച്ചു പോയി, GCC നശിച്ചു പോയി, ഇത് നശിച്ചു പോകാൻ കാണാൻ ആഗ്രഹിക്കുന്നവർ എത്രയോ പേര് നമുക്ക് കമൻസുകൾ വായിക്കുമ്പോൾ മനസ്സിലാകും. നമ്മൾ ഒരു രാജ്യവും നശിച്ചു പോകാൻ ആഗ്രഹിക്കരുത്. അതുവഴി നഷ്ടപ്പെടുന്ന എത്രയോ ജീവിതങ്ങളും ജീവനുകളുമാണെന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ഹൈദരാബാദ് ദുരന്തം ഉണ്ടായി, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഹൈദരാബാദിൽ ഫ്ലൈറ്റ് ദുരന്തം ഉണ്ടായപ്പോൾ നമ്മുടെ രാഷ്ട്രത്തെ സഹായിക്കാനായിട്ട് ഏറ്റവും മുൻനിരയിലോട്ട് ഏറ്റവും ആദ്യം വന്ന രാജ്യം ഏതാണെന്നറിയാമോ? UAE ആയിരുന്നു. അവർ ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടില്ല. അവിടെ അപ്പുക്കുട്ടനാണോ, റഷീദാണോ, ഫിലിപ്പൈനാണോ, രജനിയാണോ, ഷീലയാണോ, ശിവനാണോ, മണിയനാണോ എന്നൊന്നും അവർ നോക്കിയിട്ടില്ല. ചിന്തിക്കേണ്ട കാര്യമാണത്. ഈ GCC നശിച്ചു പോകട്ടെ, അല്ലെങ്കിൽ ഗൾഫ് രാഷ്ട്രങ്ങളെല്ലാം തീർന്നു എന്നൊക്കെ എന്തോരം കമൻറ്റുകളായിരുന്നു, ഓരോരോ കമൻറ്റുകൾ ഇട്ടിരുന്നവർ.
യു എ ആണ് മുന്നോട്ട് ഏറ്റവും സഹായമായിട്ട് ആദ്യം വന്നത്. ഒന്ന് ഓർത്തു നോക്കിക്കേ, അവർ നമ്മുടെ രാഷ്ട്രത്തെ സഹായിക്കാനാണ് അതാണൊരു ഒരു സഹകരണ മനോഭാവം. മനസ്സിലായോ? അവിടെ ജാതി അല്ല അവർ നോക്കിയത്. എന്നെങ്കിൽ രഞ്ജിത അജിത അല്ലെങ്കിൽ ഷീല അവരുടെയൊക്കെ വീട്ടുകാർ സുഖമായിട്ട് ജീവിക്കട്ടെ, ഇന്നാ പണം തരാമെന്നൊന്നും ആരും വിചാരിക്കത്തില്ല. അവിടെ നോക്കിയത് നമ്മുടെ രാഷ്ട്രത്തോട്, നമ്മുടെ രാജ്യത്തെ ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ ചേർത്ത് നിർത്തുന്ന ആ ഒരു സഹകരണ മനോഭാവമാണ്. അവിടെ ജാതിയോ മതമോ ഒന്നും ആരും നോക്കിയിട്ടില്ല. നിങ്ങൾ നശിച്ചു പോകണമെന്ന് പറഞ്ഞ ഈ GCCയിലെ രാജ്യമാണ് നമ്മുടെ ഹൈദരാബാദിലെ ദുരന്തത്തിൽ മരിച്ചവരുടെ ഓരോ കുടുംബത്തിനും 5 ലക്ഷം ദിർഹമാണ് കൊടുക്കാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 ലക്ഷം എന്ന് പറഞ്ഞാൽ 1.5 കോടിയോളം അടുത്ത് വരും നമ്മുടെ നാട്ടിലെ രൂപ. അവർ ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടില്ല. നിങ്ങൾ ഈ നശിച്ചു പോകണമെന്ന് പറയുമ്പോൾ അവരാണ് നമ്മളെ സഹായിക്കാൻ ആദ്യം വന്നത്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഞാനിതിവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, എനിക്കിത് ലൈക്കിനോ സബ്സ്ക്രൈബ് തരാനോ ഒന്നും ഞാൻ പറയാനല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഷെയറിനോ ഒന്നുമല്ല. എനിക്കിത് പറയാനായിട്ടൊരു പ്ലാറ്റ്ഫോം, അതിനുവേണ്ടി ഞാൻ വന്ന് പറയുന്നതേ ഉള്ളൂ. മനസ്സിലായോ? അവർ എത്ര നമ്മുടെ രാജ്യത്തെ ചേർത്ത് നിർത്തുകയാണ്. ഒരു ദുരന്തം വന്നപ്പം നമ്മുടെ രാജ്യത്തെ ചേർത്ത് നിൽക്കുക. ആ ഫ്ലൈറ്റ് അപകടമൊക്കെ ഉണ്ടായപ്പം നമ്മൾ ഓരോരുത്തരും വിഷമിച്ചില്ലേ? ഈ വിഷമം എന്നൊക്കെ പറയുന്നത് ചുമ്മാ ആക്ടിങ് ആണോ? ഇങ്ങനെ അത് ടാറ്റ കൊടുക്കട്ടെ അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ കൊടുക്കുന്നുണ്ടല്ലോ എന്നൊന്നും അവർ ചിന്തിച്ചില്ലല്ലോ. നിങ്ങൾ അതാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ ജാതിയോ മതമോ ഒന്നും ചിന്തിച്ചിട്ടില്ല. ഓക്കെ, നിങ്ങൾ ഈ കമൻ്റ് ഇടുന്നവർ പറയുന്ന പോലെ ഒരു മുസ്ലിം GCC അല്ലെ അറബ് കൺട്രീസ് എന്ന് പറഞ്ഞ് അവർ കാണിക്കുന്ന ആ ഓരോ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊന്നല്ല, എത്രയോ എക്സാമ്പിൾ നമ്മുടെ മുന്നിലുണ്ട്. ഇത്രയെങ്കിലും പറഞ്ഞില്ലേലുണ്ടല്ലോ എനിക്ക് സഹിക്കത്തില്ല. അതിന് വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ഞാനും ഒരു പ്രവാസി ആയതുകൊണ്ടായിരിക്കാം നമ്മൾ ഈ പ്രവാസികൾ ഇവിടെ കിടന്ന് ഒരു സഫർ ചെയ്യുമല്ലേ. അതൊക്കെ എന്നെ മനസ്സിലാക്കാത്തത്. നമ്മുടെ ഓരോ പ്രവാസി അയക്കുന്ന പൈസ കൊണ്ട് അവരുടെ കുടുംബം മാത്രമല്ല രക്ഷപ്പെടുന്നത്, അതുവഴി നമ്മുടെ സമ്പദ്ഘടനയിൽ നമ്മുടെ രാജ്യത്തിനും അത് ഉപകാരമുണ്ട്. ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഈ മനസ്സിൻ്റെ ഞാൻ ഒരാൾ ഇങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടൊന്നും പറയുന്നില്ല, പക്ഷെ എനിക്ക് പറയാനുള്ളത് പറയണമല്ലോ, അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ മനസ്സിലെ ഈ ചിന്താഗതികൾ ആദ്യം മാറ്റണം. ദയവ് ചെയ്ത് ഇസ്രയേൽ അടിച്ചു, ഇറാൻ അടിച്ചു അതൊക്കെ പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഞാൻ എല്ലാവരുടെ കാര്യമല്ല പറയുന്നത്. നിങ്ങൾ മലയാളം വായിക്കാൻ അറിയാവുന്നവരും മലയാളികളും അല്ലേ. നമ്മൾ ഓരോ ന്യൂസിൻ്റെ അടിയിലും വരുന്ന കമൻസുകൾ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും എത്രത്തോളം ചിന്താഗതികളുള്ള മനുഷ്യരുണ്ട് നമുക്കെന്ന്. ഓക്കെ, ഇത്രയെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിരിക്കെ. നമ്മൾ പുച്ഛിച്ച് നിങ്ങൾ തള്ളിപ്പറഞ്ഞ് നശിച്ചു പോകണമെന്ന് കാണാൻ ആഗ്രഹിച്ച രാജ്യമാണ് ആദ്യം നമുക്കൊരു ഒരു അപകടം ഉണ്ടായപ്പോൾ ഓടി വന്ന് സഹായഹസ്തമായിട്ട്. അത് നമുക്ക് അവരുടെ സഹായം ഉണ്ടായിട്ടല്ല. അതൊക്കെ ഓരോ രാഷ്ട്രത്തിൻ്റെ ഓരോ രാജ്യത്തെ അവരുടെ സഹകരണ മനോഭാവമാണ്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, അവരത് ചേർത്ത് നിർത്തലാണ്. മനസ്സിലായോ? ഒരാപത്ത് വരുമ്പം ചേർത്ത് നിർത്തുന്നതാ. അതാദ്യം മനസ്സിലാക്കണം നമ്മൾ. ഓക്കെ, ബൈ. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.